ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ് സുബ്രഹ്മണ്യന് പ്രാധാന്യമുള്ള തൈപ്പൂയമാണെന്ന്. 2025 ഫെബ്രുവരി 11 1200 മകരമാസം 29 ചൊവ്വാഴ്ചയാണ് ഈ വർഷത്തെ തൈപ്പൂയം. തമിഴ് പഞ്ചാംഗത്തിൽ തൈമാസത്തിലെയും മലയാളം പഞ്ചാംഗത്തിൽ മകരമാസത്തിലെയും പൂയം നാളാണ് തൈപ്പൂയമായി ആഘോഷിക്കുന്നത്. ശിവസുതനും ദേവസേനാധിപതിയുമായ സുബ്രഹ്മണ്യൻ്റെ പിറന്നാളാണ് തൈപ്പൂയം എന്നാണ് ഇന്നും പലരുടെയും അബദ്ധധാരണ. താരകാസുര നിഗ്രഹത്തിന് ശേഷം ദേവസേനയുടെ അധിപനായ സുബ്രഹ്മണ്യനെ അവരോധിക്കുന്ന ദിനമാണ് തൈപ്പൂയം. താരകാസുര നിഗ്രഹത്തിനായി ദേവന്മാർ പരമശിവനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ശിവപാർവതി പുത്രനായ സുബ്രഹ്മണ്യൻ ജനിച്ചു. ശ്രീ പരമേശ്വരൻ ഉമാദേവിയോട് പറഞ്ഞു, 5 മുഖങ്ങളോട് പഞ്ചകൃത്യങ്ങൾ നിർവഹിക്കുന്ന സദാശിവനാണ് ഞാൻ. ഒരു മുഖവും പല രൂപങ്ങളും പരാശക്തിയായ ദേവിയാണ്. നമ്മുടെ 6 മുഖങ്ങൾ ഷൺമുഖനിൽ വിളങ്ങുന്നു. നമ്മൾ ഒന്നാകുമ്പോൾ മുരുകനാകുന്നു. 6ഉം കൂടിച്ചേർന്നൊരു രൂപാരാധനയായിട്ടാണ് 6 മുഖമുള്ള മുരുകൻ സംജാതമായത്. ഐശ്വര്യം മുകുന്ദൻ, വിഷ്ണു രുദ്രൻ, ശിവൻ കമലോത്ഭവൻ, ബ്രഹ്മാവ്, ത്രിമൂർത്തികൾ ഒന്നു ചേർന്ന ദേവൻ എന്നാണ് ശ്രീമുരുകൻ എന്ന നാമത്തിൻ്റെ അർത്ഥം. ശ്രീ പരമേശ്വരൻ്റെ പുത്രനായതുകൊണ്ട് മുരുകൻ പിള്ളാരാണെന്നും അതുകൊണ്ട് കുമാരനാണെന്നും സംഘം കൃതികളിൽ പറയുന്നു. എല്ലാ വിജയങ്ങൾക്കും നൽകുന്ന ദൈവമായതിനാൽ വേലനെന്നും വെറ്റിലവേലനെന്നും മുരുകനെ വാഴ്ത്തുന്നു. 6 ശിരസുകൾ ഉള്ളതുകൊണ്ട് ഷൺമുഖനെന്നും ആറുമുഖനെന്നും അറിയപ്പെടുന്നു. കൊടിക്കൂറകളിൽ പൂവൻ കോഴി അടയാളമായതുകൊണ്ട് ശവൽ കോടിയനെന്നും വിരിഞ്ഞ മാറിടങ്ങളോട് കൂടിയവനായതിനാൽ കാന്തനെന്നും മലമ്പ്രദേശങ്ങളിലെ ഗൃഹങ്ങളിൽ വസിക്കുന്നതുകൊണ്ട് ഗുഹൻ എന്നും മുരുകന് പേരുണ്ട്. ശരവണപ്പൊയ്കയിൽ നിന്ന് ഉത്ഭവിച്ചതുകൊണ്ട് ശരവണഭവനെന്നും പറയുന്നു. സ്വന്തം പിതാവായ ശ്രീ പരമേശ്വരന് പ്രണവത്തിൻ്റെ സാരം ഉപദേശിച്ചതുകൊണ്ട് ഗുരുവും സ്വാമിനാഥനുമാണ്. വേദങ്ങൾക്കെല്ലാം ഇരിപ്പിടമായതിനാൽ സുബ്രഹ്മണ്യനെന്നും ഗംഗയുടെ പുത്രനായതുകൊണ്ട് ഗംഗേയനെന്നും മുരുകനെ വിളിക്കുന്നു. കൃത്തികൾ വളർത്തിയതുകൊണ്ട് കാർത്തികേയനെന്നും സുന്ദരനായതിനാൽ മുരുകനെന്നും കരങ്ങളിൽ വേലും ദണ്ഡും ഏന്തിയതുകൊണ്ട് വേലായുധനെന്നും ദണ്ഡപാണിയെന്നും അറിയപ്പെടുന്നു. വേദങ്ങളിൽ അഗ്നിപുഷ്പം എന്നാണ് സുബ്രഹ്മണ്യനെ പ്രകീർത്തിക്കുന്നത്. വേദങ്ങൾ അറിവ് എല്ലാത്തിനും ഇരിപ്പിടമായതിനാൽ വേദാംഗങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി വിജ്ഞാനരൂപനായ സുബ്രഹ്മണ്യനെ ആരാധിക്കുന്നു. ഓംകാര പൊരുളിൻ്റെ രഹസ്യം ദേവന്മാർക്ക് വെളിപ്പെടുത്തിയ ജ്ഞാനഗുരുവും ഒപ്പം ദേവസൈന്യാധിപനുമാണ്. ജ്യോതിഷത്തിലെ ഉപജ്ഞാതാവായ സുബ്രഹ്മണ്യൻ തൻ്റെ പിതാവായ പരമശിവന് ഭിക്ഷയാചിക്കുവാനുള്ള യോഗത്തെ മുൻകൂട്ടി പ്രവചിക്കുകയും ഭഗവാൻ നിർമ്മിച്ചു എന്ന് കരുതുന്ന സ്കന്ദഹോരയുമായി ജ്യോതിഷത്തിൻ്റെ മൂലഗ്രന്ഥവും സുബ്രഹ്മണ്യ ജാതകം രാശി ഫലകത്തിൽ വരച്ചുവെച്ച് അതിൽ തൊട്ട് രാശിയെ എടുക്കുന്നത് ഉത്തമമായും ജ്യോതിഷികൾ കണക്കാക്കുന്നു. നവഗ്രഹനാഥനായും കാവടിച്ചിന്തിൻ്റെ ദേവനായും ശക്തിയുടെയും ബുദ്ധിയുടെയും ദേവനായും സുബ്രഹ്മണ്യനെ വിശ്വസിച്ചു പോരുന്നു. സ്കന്ദലീലകൾ പ്രതിപാദിക്കുന്ന 7 ഖണ്ഡങ്ങളിലായി 81,100 ശ്ലോകങ്ങൾ അടങ്ങിയ സ്കന്ദപുരാണമാണ് പുരാണങ്ങളിൽ വെച്ച് വലിപ്പം കൂടിയത്. തൈപ്പൂയം, സ്കന്ദഷഷ്ഠി, വൃശ്ചികത്തിലെ തൃക്കാർത്തിക, വൈശാഖത്തിലെ വിശാഖം, കപിലഷഷ്ഠി, കർക്കിടകത്തിലെ കാർത്തിക, ചൊവ്വാഴ്ച എന്നിവയാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രധാന വിശേഷ ദിവസങ്ങൾ. ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയും തൈപ്പൂയവും ഒരുപോലെ എത്തിയ ഒരു ദിനം കൂടിയാണ്. ചൊവ്വാഴ്ച കാർത്തികേയന് വളരെ വിശേഷമായ ദിനവും ഒപ്പം തൈപ്പൂയവും കൂടെ എത്തുമ്പോൾ ഫലം ഇരട്ടിയാണ്. തുലാമാസത്തിലെ സ്കന്ദഷഷ്ഠി ദിവസമാണ് ശൂരൻ എന്ന അസുരനെ നിഗ്രഹിക്കാൻ പുറപ്പെടുന്നത് എന്ന് പറയപ്പെടുന്നു.
ശൂരസംഹാരത്തിനായി മാതാവ് പരാശക്തി കൊടുത്തതാണ് സുബ്രഹ്മണ്യൻ്റെ ആയുധമായ വേലെന്നും സങ്കല്പം. വള്ളി ദേവിയെ ഇച്ഛാശക്തിയായും ദേവയാനിയെ ക്രിയാശക്തിയായും വേലിനെ ജ്ഞാനശക്തിയായും കാണുന്നു. മറ്റൊരു വിശേഷ ദിവസമാണ് വൃശ്ചികത്തിലെ കാർത്തിക നാൾ. ഇനിയും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയായ തൈപ്പൂയ ദിനം. 6 ദിവസം കഠിന തപസ് അനുഷ്ഠിച്ച് സുബ്രഹ്മണ്യ സ്വാമി താരകാസുരനെ നിഗ്രഹിക്കുന്നത്. താരകാസുര നിഗ്രഹത്തിന് ശേഷം ദേവസേനയുടെ അധിപനായ സുബ്രഹ്മണ്യൻ അവരോധിക്കുന്ന ദിനമാണ് തൈപ്പൂയം. ഹിഡുംബൻ മലകൾ ചുമന്ന് പഴനിയിൽ കൊണ്ടുചെന്ന് വച്ചതും ഹിഡുംബന് വരം നൽകി മലയുടെ മധ്യഭാഗത്ത് ഇരിക്കുവാൻ ഇടം നൽകിയതും തൈപ്പൂയ ദിനത്തിലാണ്. പഞ്ചാമൃതം, പാല്, നെയ്യ്, നാളികേരം എന്നിവയാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രധാന നിവേദ്യങ്ങൾ. മഞ്ഞ ചെമ്പകം, മഞ്ഞ മന്ദാരം, മഞ്ഞ ചെത്തിപ്പൂക്കൾ എന്നിവ മുരുകന് വിശേഷപ്പെട്ട പൂജാപുഷ്പങ്ങളാണ്. തിലകം, ഭസ്മവും ചന്ദനവും. കാവടിയാട്ടം, പായസം, തലമുണ്ടനം തുടങ്ങിയവ പ്രധാന വഴിപാടുകളാണ്. ചൊവ്വാദശ അനുഭവിക്കുന്നവരും അഷ്ടമത്തിൽ കുജൻ ഉള്ളവരും കന്നി, മിഥുനം, തുലാം, മകരം, കുംഭം എന്നീ ലഗ്നക്കാരും സുബ്രഹ്മണ്യ ഉപാസന നടത്തണം. ഈ തൈപ്പൂയ ദിനത്തിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി ജപിക്കേണ്ട സുബ്രഹ്മണ്യ മൂലമന്ത്രങ്ങൾ ആദ്യം നോക്കാം. 108 തവണ ഓം വജത്ഭുവേ നമ. അടുത്തത് ഓം സം സുബ്രഹ്മണ്യായ നമ. ഓം സം സുബ്രഹ്മണ്യായ നമ. ഓം ഷൺമുഖായ നമ. ഓം ഷൺമുഖായ നമ. ഓം ശരവണഭവ നമഃ. ഓം ശരവണഭവ നമഃ. ഇവ 108 തവണ ജപിക്കാവുന്നതാണ്. അടുത്തതായി സുബ്രഹ്മണ്യ ധ്യാനമാണ്. ഷടാനനം കുങ്കുമരക്തവർണം മഹാമിതം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനം സുരസൈന്യനാഥം ഗുഹ്യം സദാഹം ശരണം പ്രപദ്ധ്യേ. ഈ ധ്യാനം 9 തവണ ജപിക്കുന്നത് ഇന്നേ ദിവസവും അതുപോലെ ചൊവ്വാഴ്ച ദിവസങ്ങളിലും ജപിക്കുന്നത് ഉത്തമമാണ്. ഏവർക്കും തൈപ്പൂയ ദിന ആശംസകൾ. സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം എപ്പോഴും ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സുബ്രഹ്മണ്യ സ്വാമിയുടെ മന്ത്രം കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, സീ യു.